Good morning. Today we are going to study balance portion. अगर बड़ी या fence. पर chapter 4 आने हम लोग पढ़चोंडिरुन्नद. पर एक हाथी और एक दरियाई घोड़ा. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഘോടയും എലിഫന്റ് സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്തുക്കളും ഭയങ്കര അഹങ്കാരികളായിരുന്നു അല്ലേ? എന്തിനായിരുന്നു അഹങ്കാരികളായിരുന്നത്? ആ ശരീരത്തിൻ്റെ വലിപ്പത്തിൽ. അപ്പോൾ അവരെവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? ഒരു നദിയുടെ സമീപത്തായിട്ടായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ നദിയുടെ അടുത്തേക്ക് വരുന്ന എല്ലാ മൃഗങ്ങളെയും അവർ ഉപദ്രവിച്ചെടുത്ത് കളയുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഒരു കച്ചുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടോട്ടോയിസ് വന്നത്. ആ ടോട്ടോയിസിനെ അപമാനിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഥ. അപ്പോൾ എല്ലാവർക്കും ഇന്നലെ പഠിപ്പിച്ചത് മനസ്സിലായായിരുന്നോ? ഇഷ്ടപ്പെട്ടായിരുന്നോ സ്റ്റോറി? അപ്പോൾ ഇപ്പം നിങ്ങൾ സ്റ്റോറി കേട്ടിരിക്കുക, വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുമിച്ച് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും കഠിന ശബ്ദം മീൻസ് കട്ടിയുള്ള വാക്കുകൾ വായിക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോളിലൂടെ മാഡം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ അടുക്കണം. അക്ഷരങ്ങളൊക്കെ എപ്പോഴും എഴുതണം, വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ബാലൻസ് പോർഷൻ നമുക്ക് പഠിക്കാം എന്താണെന്ന്. അതിനു മുമ്പ് മാഡം ഫസ്റ്റ് തൊട്ടൊന്ന് വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ एक हाथी और एक दरियाई घोड़ा दोनों पक्के दोस्त थे. दोनों मिलजुल कर एक बड़ी नदी के किनारे रहते थे. वे बहुत ताकतवर थे और नदी के छोटे जीव जंतुओं का मजाक उड़ाया करते थे. हाथी कहता, मेरा शरीर कितना सुडौल है. दरियाई घोड़ा कहता, और देखो मैं कितना सुंदर लगता हूँ. एक दिन दोनों अपनी बातों में मस्त थे. तभी एक छोटा सा कछुआ उनके पास आ गया. उसे देखकर हाथी ने अपने सूंड फटकारी, तुम बेकार के जानवर हो, न तो तुम्हारी सूरत अच्छी है और न तो तुम कोई काम करते हो. तुम हमारे पास क्यों आए? जाओ यहाँ से. कछुआ दरियाई घोड़ा से बोला, अरे भाई तुम तो मेरी कुछ मदद कर दो. आजकल मेरी बीवी बीमार है, मैं कुछ काम नहीं कर पाता हूँ. दरियाई घोड़ा ने कहा, तुम इतने छोटे से कहो, तुम भला क्या काम करोगे? हाथी बोला, कहा मेरा ताकतवर भारी भरकम शरीर और कहा तुम हमारे साथ नहीं रह सकते. जाओ अपना रास्ता नापो. कछुआ बोला, हाथी भाई इतना घमंड अच्छा नहीं. तुम्हें अपने शरीर पर बहुत घमंड है, पर मैं तुम्हें हरा सकता हूँ. तुम मुझे हरा सकते हो. हाथी बड़े जोर से चिल्लाया, मेरा एक पैर पड़ गया तो तुम्हारा कचोमर निकल जाएगा. दरियाई घोड़ा भी ही करने लगा. दरियाई घोड़े की तरफ देखकर कछुआ बड़े जोर से बोला, हंसने की बात नहीं है भाई, मैं तुम्हें दोनों को हरा दूंगा. अच्छा एक बात है तो चलो हो जाए मुकाबला. बोलो हम दोनों में से किससे टक्कर लेना चाहते हैं? दरियाई घोड़ा बोला. അപ്പോൾ എന്താണ്? വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ ആമ രണ്ടുപേരോട് സംസാരിച്ചത്. ആ രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ പക്കൽ നിന്നും ഓടിച്ച് അകറ്റുവാനാണ് ചെയ്തത്. അകറ്റുവാൻ വേണ്ടി ചെയ്തപ്പോൾ അവരെന്താണ് പറയുന്നത്? ആ ഘോഡായോട്, ഘോഡ മീൻസ് കുതിരയോടുകൂടി പറയുകയാണ് എന്താണ്? എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ആഹാരത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിറങ്ങിയതായിരിക്കും ഈ ആമ അല്ലേ? അപ്പം അപ്പോഴും പിന്നെയും കളിയാക്കുകയാണ് രണ്ടുപേരും. ആരൊക്കെയാണ്? ഈ ആനയും കുതിരയും. അപ്പോൾ അവർ കളിയാക്കുന്ന സമയത്ത് നിങ്ങളെ അത്രത്തോളം വിഷമമുണ്ടായി, അതുകൊണ്ടായിരിക്കാം ആ ആമ പറയുകയാണ് എന്താണ്?
നിങ്ങളുടെ ശരീര വലുപ്പത്തിനേക്കാളും എനിക്ക് എൻ്റെ ബുദ്ധിയിൽ കൊണ്ട് നിങ്ങളെ ഞാൻ പരാജയപ്പെടുത്തും അല്ലേ? നിങ്ങളെ എനിക്ക് പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും ചിരിക്കണ്ട. അപ്പം രണ്ടുപേരും കളിയാക്കി ചിരിക്കുകയാണ്. ആമയെയും കുതിരയെയും, ആമയെയും നോക്കിയിട്ട് അല്ലേ, ആനയും കുതിരയും. അപ്പം അതിന് ശേഷമുള്ള പോർഷൻ നോക്കിയേ എന്താണെന്ന് നമുക്ക് നോക്കാം. हाथी भाई को ही भेज दो, मैं वे ही ज्यादा ताकतवर है, कछुए ने कहा. ഇതിൽ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ നിനക്ക് തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ആരെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരെ വേണം? അപ്പം ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫന്റിനെ തന്നെ മതി എനിക്ക് തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട്. വേഹി ജ്യാദാ താക്കത്തവാർ ഹേ, അവനാണ് കൂടുതൽ താക്കത്തവാർ, ശക്തി ഉള്ളത്. അപ്പം എനിക്ക് ആരെ വേണം? എനിക്ക് ആനയെ തന്നെ മതി എന്നാണ് ആമ പറയുന്നത്. അപ്പോൾ ठीक है എങ്ങനെയാണ് വായിക്കുന്നത്? ठीक है पर एक शर्त पर, यदि तुम हार गए तो तुम हमारे गुलाम बनोगे, बोलो हे मंजूर, ദരിയായി ഘോടാനെ കഹ. ഓക്കെ, സമ്മതിച്ചു. നിന്റെ തീരുമാനം അല്ലേ, നിന്റെ തീരുമാനം തന്നെ എടുത്തോളൂ. ഗുലാം ബനോങ്കെ ബോലോ ഹേ മജൂർ. എന്താണ് നിന്റെ തീരുമാനം? എങ്ങനെയാണ് നീ തീരുമാനിക്കുന്നത് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്? മഞ്ജൂർ. पर यदि मैं जीत गया तो तुम दोनों को मेरी मदद करनी होगी, कछुए ने कहा. ഒരു ഡിസിഷൻ എടുക്കണം. എന്താണ്? ഞാൻ നിങ്ങളെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ അനുസരിച്ചിരിക്കണം. പിന്നെ അല്ലേ, ഒരു ജയം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു മത്സരം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മത്സരം നടക്കുമ്പോൾ എന്താണ്, ജയവും പരാജയവും ഉണ്ടാവും. അപ്പോൾ ജയിക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? സമ്മാനങ്ങൾ കിട്ടും അല്ലേ? അപ്പം അതുപോലെ ഒരു തീരുമാനം എടുത്തതാണ് എന്ത്, നമ്മുടെ ആമ. ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തുവാണെങ്കിൽ എനിക്ക് എന്ത് ലഭിക്കണം? എനിക്കതിനുള്ള ബെനിഫിറ്റ് വേണം അല്ലേ? ആ ഒരു ബെനിഫിറ്റിന് വേണ്ടി പറയണേ, എന്നെ നിങ്ങൾ അനുസരിക്കണം. അപ്പം ठीक है, ശരി, സമ്മതിക്കുകയാണ്. हाथी और दरियाई घोड़ा एक साथ बोले. अब हाथी कछुए के पास आ गया. कछुआ एक रस्सी लाया, उसका एक सिरा हाथी के पैर से बांधा और दूसरा सिरा अपने शरीर में लपेटकर वह नदी में कूद पड़ा. बोला, हाथी भाई अब तुम मुझे खींचो, यदि खींच लिया तो तुम जीते, नहीं तो मैं. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കിയേ. ठीक है, ശരി, സമ്മതിച്ചു. ഹാത്തി और दरियाई घोड़ा एक साथ बोले. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. എന്താണ്? ശരി, സമ്മതിച്ചു. നമുക്ക് മത്സരം തുടങ്ങാം അല്ലേ? അപ്പോൾ അപ്പോൾ ഹാത്തി എന്താണ്? കച്ചുവയ്ക്ക് പാസ് ആ ഗയ, കച്ചുവയുടെ പക്കലേക്ക് വന്നു, അടുത്തേക്ക് വന്നു. കച്ചുവ എന്ന് പറഞ്ഞാൽ ആമയുടെ അടുത്തേക്ക് വന്നു മത്സരത്തിന് വേണ്ടിയിട്ട്. ആരാണ്? ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫന്റ്, ആന. ആരുടെ അടുത്തേക്ക് വന്നു? ആമയുടെ അടുത്തേക്ക് വന്നു. കച്ചുവയ്ക്ക് രസ്സിയിലായ. കച്ചുവ പോയി എന്ത് കൊണ്ടുവന്നു? ഒരു രസ്സി. രസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? കയർ. എന്താണ്? കയർ. രസ്സിയിലായ. ഉസ്കാ എക് സിര, അതിന്റെ ഒരറ്റം. ഉസ്കാ എക് സിര ഹാത്തി കി പൈർ സേ ബാന്ധാ. ആരുടെ കാലിലാണ് കെട്ടിയത്? ഹാത്തിയുടെ, എലിഫന്റിന്റെ കാലിൽ കൊണ്ടുവന്ന് കെട്ടി. ഔർ ദുസരാ സിര, മറ്റേ അറ്റം എന്ത് ചെയ്തു? അപ്പനെ ശരീരമേ ലപേട്കർ വഹ് നദിമേ കൂദ് പടാ. മറ്റേ അറ്റം കൊണ്ടുവന്ന് തൻ്റെ ശരീരത്ത് കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് പറയുകയാണ്, ബോല ഹാത്തി ഭായി അബ് തും മുझे खींचो, यदि खींच लिया तो तुम जीते, नहीं तो मैं. എന്താണ് പറയുന്നത്? ഈ മത്സരത്തില് എന്ത് ചെയ്യാണ്? നിങ്ങൾ ജയിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ജയിക്കേണ്ടത്? എന്നെ പിടിക്കണം അല്ലേ? ആ ഒരു കയറിന്റെ അറ്റം, രസ്സി എന്ന് പറഞ്ഞാല് കയർ, രസ്സി, സായുടെ പകുതിയും സായുമാണ് രസ്സി. അപ്പൊ രസ്സി, കയർ. ആ ഒരു കയറിന്റെ അറ്റം
ആ എലിഫന്റിന്റെ കാലിൽ കൊണ്ടുവന്ന് കെട്ടി. മറ്റേ അറ്റം എന്ത് ചെയ്തു? ഈ ആമയുടെ ശരീരത്തും കെട്ടി അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ആമയുടെ ശരീരത്ത് കെട്ടിയാൽ ആമ എന്ത് ചെയ്യും? ആ പുറത്തോടിനകത്തേക്ക് ഉൾവലിയും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഈ കയറ് ലൂസായി അഴിഞ്ഞു പോവുകയും ചെയ്യും അല്ലെ. അപ്പോ ആമ വെള്ളത്തിലേക്ക് ചാടി, ഒരറ്റം അതിന്റെ ശരീരത്തിൽ കെട്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. അപ്പൊ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ ആമ പറയുകയാണ്, എന്താണ്, എന്നെ ഒന്ന് പിടിക്കുവാൻ വേണ്ടി പറ്റുമോ? എന്നെ പിടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ജയിക്കും, ഇല്ലെങ്കിൽ ഞാൻ ജയിക്കും. അപ്പൊ ഒന്നുകൂടി വായിക്കാം. हाथी भाई को ही भेज दो, वे भी ज्यादा ताकतवर है। कछुए ने कहा, ठीक है, पर एक शर्त पर, यदि तुम हार गए तो तुम हमारे गुलाम बनोगे। बोलो है मंजूर? जरियाई घोड़ा ने कहा, मंजूर, पर यदि मैं जीत गया तो तुम दोनों को मेरी मदद करनी होगी। कछुए ने कहा, ठीक है। हाथी और दरियाई घोड़ा एक साथ बोले। अब हाथी कछुए के पास आ गया। कछुआ एक रस्सी लाया, उसका एक सिरा हाथी के पैर से बांधा और दूसरा सिरा अपना शरीर में लपेटकर वह नदी में कूद पड़ा। बोला, हाथी भाई, अब तुम मुझे खींचो, यदि खींच लिया तो तुम जीते, नहीं तो मैं। वो बैलेंस पोर्शन नोकिए। हाथी ने खूब जोर लगाया पर कछुए को बाहर नहीं खींच सका। आखिरकार हाथी ने हार मान ली। तुम सोचेंगे यह कैसे हुआ? तो देखो, कछुआ तो बुद्धिमान, अपनी रस्सी का दूसरा सिरा छड़ान से बांध दिया। अब फला छड़ान कहाँ खींचती? थोड़ी देर बाद दूसरा सिरा खोलकर कछुआ रस्सी पकड़े बाहर आ गया। देखा बच्चों, कछुए की बुद्धिमानी ने हाथी जैसे बलवान को भी हरा दिया। हाथी ने खूब जोर लगाया पर कछुए को बाहर नहीं खींच सका. हाथी മാക്സിമം നോക്കി, എന്ത് ചെയ്തു, അതിനെ പിടിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. ആഖിർക്കാർ ഹാത്തിനെ ഹാർ മാറ്റി, അവസാന ക്ഷമ നശിച്ച് എന്ത് ചെയ്തു, തോൽവി സമ്മതിച്ചു. സും സോച്ചോകെ കൈസേ ഹുവാ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കുഞ്ഞുങ്ങളെ, അത് എങ്ങനെയായിരിക്കാം സംഭവിച്ചത്. തോ ദേഖോ കച്ചുവാ തോ താ ബുദ്ധിമാൻ, എന്താണ് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ കച്ചുവയായിരിക്കില്ലേ ബുദ്ധിമാൻ. उससे रस्सी का दूसरा सिरा चढ़ान से बांध दिया. अब फला चढ़ान कहाँ खींचती. അപ്പോൾ എന്താണ് സംഭവിച്ചതൊക്കെ, ആ മറ്റേ അറ്റം അഴിച്ച് കളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, വായിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കയറി വരുന്ന പിക്ചർ അതിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ദോടി ദേർ ബാദ്, കുറേ സമയത്തിന് ശേഷം ദുസരാ സിരാ ഖോൽക്കർ കച്ചുവാ രസ്സി പക്കടെ ബാഹർ ആ ഗയ. കുറേ സമയത്തിന് ശേഷം ആ കയറും പിടിച്ചുകൊണ്ടാണ് ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്. ദേഖോ ബച്ചോ കച്ചുവയ്ക്ക് ബുദ്ധിമാനിനെ ഹാത്തി ജീസി ബൽവാൻ കോഫി ഹരാ ദിയ. കച്ചുവ എന്ന ബുദ്ധിമാനി, ബുദ്ധിയുള്ള ആമ ഹാത്തി ജീസെ, ഹാത്തിയെ പോലെയുള്ള ആനയെ പോലെയുള്ള ബലവാനായ ആനയെ തോൽപ്പിക്കുകവരെ ചെയ്തു. അപ്പോൾ സ്വന്തം ശരീരബലം കൊണ്ടല്ല, മാനസികമായിട്ടുള്ള ബുദ്ധി അല്ലേ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. മനസ്സിലായോ? നമ്മുടെ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നല്ലൊരു സ്റ്റോറി ആയിരുന്നു അല്ലേ. അപ്പൊ എന്തായിരുന്നു ശബ്ദാർത്ഥ, ഖമൺ, അഭിമാൻ, സുഡൗൽ, ഉചിത ഡീൽ ഡൗൽ വാല, ജീവജന്തു, ജാൻവർ. ഇപ്പൊ 3 മീനിങ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഒന്നുകൂടി വായിക്കാം. ഖമണ്ട് എന്ന് പറഞ്ഞാല് അഭിമാൻ, സുഡൗൽ എന്ന് പറഞ്ഞാല് ഉചിത്, ഡേൽ, ഡൗൽ, വാല. ജീവജന്തു എന്ന് പറഞ്ഞാല് ജാൻവർ, ജീവികൾ. അപ്പൊ നീച്ചെ ലിഖേ പ്രശ്നോं के उत्तर दोയില് ദോ ദോസ്ത് കോൺ ഥേ, ആരായിരുന്നു 2 സുഹൃത്തുക്കൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആരൊക്കെയായിരുന്നു 2 സുഹൃത്തുക്കൾ. ഹാത്തി
दरियाई घोड़ा। हाथी और ദരിയായി ഘോട. എങ്ങനെയാണ് വായിക്കുന്നത്? ഹാത്തി ഇതാണ്. ഹാത്തി ഹാത്തി. ഔർ ഔ രായാണ്. ഔർ ദരിയായി ദരിയായി ഘോട ഘോട ദരിയായി ഘോട. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ. एक दिन उन दोनों के पास कौन आए? उनके पास कौन आए? ആരായിരുന്നു വന്നത്? एक कछुआ आए. അല്ലേ? ഒരു ആമയാണ് വന്നത്. एक कछुआ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹാത്തി കോ കിസ് ചീസ് കാ ഘമണ്ഡ് ഥാ? എന്തായിരുന്നു? അപ്പനെ ശരീര पर അപ്പനെ ശരീര സ്വന്തം ശരീരമുണ്ട്. അപ്പനെ എങ്ങനെയാണ് വായിക്കുന്നത്? ആപ്പനെ അപ്പനെ ശരീര पर अपने शरीर पर घमंड था. अपने शरीर पर घमंड. സ്വന്തം ശരീരത്തിലായിരുന്നു അഹങ്കാരം. അല്ലേ? സ്വന്തം ശരീരത്തിന്റെ വലിപ്പത്തിൽ. അപ്പനെ എങ്ങനെയാണ് വായിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരൊക്കെയായിരുന്നു? സുഹൃത്തുക്കള് ആരൊക്കെയായിരുന്നു? ഹാത്തി ഔർ ദരിയായി ഘോട. അപ്പൊ നെക്സ്റ്റ് എന്താണ്? അവരുടെ അടുത്തേക്ക് ആരാണ് വന്നത്? एक कछुआ आया വന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹാത്തി കോ കിസ് ചീസ് കാ ഘമണ്ഡ്? അപ്പനെ ശരീര पर സ്വന്തം ശരീരത്തിന്റെ വലിപ്പത്തിലാണ്. എന്തായിരുന്നു? ഹാത്തി അപ്പനെ ശരീര पर घमंड था. അപ്പനെ സ്വന്തം ശരീരത്തിന്റെ വലിപ്പത്തിലാണ് അഹങ്കാരം ഉള്ളത്. तुम बेकार के जानवर हो. तुम बेकार के जानवर हो. किसने किससे कहा? അപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കിയേ. तुम बेकार के जानवर हो. तुम बेकार के किसने कहा? किससे कहा? ആര് ആരോട് പറഞ്ഞെന്നാണ് ചോദിച്ചിരിക്കുന്നത്. तुम बेकार के जानवर हो. तुम बेकार के जानवर हो. എങ്ങനെയാണ്? तुम बेकार के जानवर हो. അത് ആരോടാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ്. ആര് ആരോട് പറഞ്ഞു? എന്താണ് പറഞ്ഞത് നോക്കിയേ. ഉസേ ദേഖ് കർ ഹാത്തി ने अपने सूंड फटकारी
जानवर हो ना तो तुम्हारी सूरत ആരാണ് പറഞ്ഞത് ഹാത്തി അല്ലേ പേജ് നമ്പർ 69 ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അപ്പം ആരാണ് പറഞ്ഞത് ഹാത്തി ഹാത്തി ആന ആനയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ഹാത്തിനെ कछुआ से कहा कछुआ से പറഞ്ഞു कहा हाथी ने कछुआ से कहा नेक्स्ट എന്താണ് तुम इतने छोटे हो तुम इतने छोटे हो तुम भला क्या करोगे तुम इतने छोटे हो तुम भला क्या काम करोगे तुम इतना छोटी ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് तुम इतने छोटे से हो घोड़ा ने कछुआ से कहा घोड़യാണ് तुम बेकार के जानवर हो എന്ന് പറഞ്ഞതാണ് ഹാത്തിയാണ് പറഞ്ഞത് സെക്കൻഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത് तुम इतने छोटे हो എന്ന് പറഞ്ഞത് तुम इतने छोटे हो तुम इतने छोटे हो तुम भला क्या काम करोगे तुम भला क्या काम करोगे क्या काम करोगे ഇന്ന് പറഞ്ഞത് ആരാണ് ഘോഡ കുതിരയാണ് ആരോടാണ് പറഞ്ഞത് കുതിര घोड़ाने कछुआ से कहा ഇത്രയും ചെറിയ ജീവിയാണെന്ന് ആരോടാണ് പറഞ്ഞത് കछुआയോട് പറഞ്ഞത് कछुआ से कहा മനസ്സിലായോ അപ്പോൾ तुम इतने छोटे हो तुम भला क्या काम करोगे घोड़ा ने कछुआ से कहा घोड़ा ने कछुआ से कहा അപ്പോൾ തേർഡ് വൺ എന്താണ് इतना घमंड अच्छा नहीं അതാരോടാണ് പറഞ്ഞത് इतना 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 घमंड अच्छा नहीं अच्छा नहीं ഇത്രയും അഹങ്കാരം പാടില്ല എന്നാരോടാണ് പറഞ്ഞത് ആമയാണ് പറഞ്ഞത് അല്ലേ ആരോടൊക്കെയാണ് പറഞ്ഞത് നോക്കിയേ इतना घमंड अच्छा नहीं तुम अपने शरीर पर बहुत घमंड है ആരോടാണ് പറഞ്ഞത് തുമേ ഹരാ സക്താ ഹോ നിങ്ങളെ ഞാൻ തോൽപ്പിക്കും ഇത്രയും അഹങ്കാരം പാടില്ല എന്ന് ആരോടാണ് പറഞ്ഞത് കछुआ ആമയാണ് ആനയോട് പറഞ്ഞത് कछुआ ने हाथी से कहा हाथी എന്ന് പറഞ്ഞാൽ ആന ഓക്കേ इतना घमंड अच्छा नहीं എന്ന് പറഞ്ഞത് ആരാണ് कछुआ ആമ ആനയോടാണ് പറഞ്ഞത് ഇത്രയും വലിയൊരു ശരീരം കൊണ്ട് ഇത്രയും അഹങ്കാരം പാടില്ല എന്നാണ്
मैं तुम दोनों को हरा सकता हूँ। मैं तुम दोनों को हरा सकता हूँ। അപ്പോൾ ആരോടാണ് പറഞ്ഞത്? കച്ചുവ തന്നെയാണ്, ആമ തന്നെയാണ് അവരോട് പറഞ്ഞത്. हाथी और घोड़ा से कहा, कछुआ ने हाथी और घोड़ा से कहा। മനസ്സിലായോ? मैं तुम दोनों को हरा सकता हूँ. അപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും തോൽപ്പിക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? കച്ചുവാനെ हाथी और घोड़ा से कहा. നെക്സ്റ്റ് വൺ എന്താണ്? തും तो हो जाए मुकाबला. तो हो जाए, तो हो जाए मुकाबला. तो हो जाए മുക്കാബല. നോക്കിയേ ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ. तो हो जाए മുക്കാബല. दरियाई घोड़ा ने ഓക്കെ. അപ്പോൾ तो हो जाए മുക്കാബല ആരാണ് പറഞ്ഞത്? അപ്പോൾ ദരിയായി घोड़े ने कछुआ से कहा. ആരാണ് പറഞ്ഞത്? ദരിയായി घोड़े ने कछुआ से कहा. അപ്പോൾ ആരോടാണ് പറഞ്ഞത്? तो हो जाए मुकाबला, दरियाई घोड़े ने कछुआ से कहा. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പോർഷൻ വെച്ച് നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. അപ്പോൾ ബാലൻസ് പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഗ്രാമറുകൾ പഠിക്കാം. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. നോട്ട്സ് വാട്സപ്പിൽ മാഡം സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. Okay children, let us wind up the class. See you tomorrow.